ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു മൂവി റിവ്യൂ ചെയ്യുന്നത്. മൂവി റിവ്യൂ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു പടമാണ് ഞാൻ റിവ്യൂ ആയിട്ട് ഇടുന്നത്. കാര്യം ഈ ഒരു പടം നിങ്ങൾ കാണാതിരിക്കരുത്. നിങ്ങൾ ഫാമിലി ആയിട്ട് പോയി തന്നെ ഈ ഒരു പടം തിയേറ്ററിൽ കാണണം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സച്ച് എ ഗ്രേറ്റ് ഫിലിം പറയാനായിട്ടാണെങ്കിൽ. തലവര എന്നാണ് ആ പടത്തിൻ്റെ പേര്. ഞാൻ അങ്ങനെ അർജുൻ അശോകൻ്റെ പടങ്ങളൊന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ പടം കാണുന്നത്. ഐ ലവ്ഡ് ഹിസ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ അശോകൻ അല്ലാതെ വേറൊരു ആളെ നമുക്ക് ആ ഒരു ക്യാരക്ടറിൽ ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അർജുൻ അശോകൻ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. തലവര എന്ന ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ സച്ച് എ ഗ്രേറ്റ് മൂവി. ഒരു പൂ പോലൊരു സിനിമ. നിങ്ങൾ ഈ സിനിമ ഉറപ്പായിട്ട് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണണം. അത്രയ്ക്കും സൂപ്പർബായിട്ട് ചെയ്തേക്കുന്ന ഒരു പടമാണ് ഈ തലവര എന്ന് പറയുന്നത്. നിങ്ങൾ പോസ്റ്ററും ട്രെയിലറും കണ്ട പോലെ തന്നെ അർജുൻ അശോകൻ പ്ലേ ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടറിന് വെള്ളപ്പാണ്ടുണ്ട്. വെള്ളപ്പാണ്ടുള്ളൊരു ക്യാരക്ടറെ അർജുൻ അശോകൻ പ്ലേ ചെയ്യുന്ന ഈ ഒരു സിനിമയിൽ. പക്ഷേ അർജുൻ അശോകൻ പ്ലേ ചെയ്തിരിക്കുന്ന ആ ഒരു രീതി, ആ ക്യാരക്ടർ പ്രസൻറ്റേഷൻ, സച്ച് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഹീസ്. നല്ല രീതിക്ക് തന്നെ ഈ ഒരു പടത്തിൽ അർജുൻ അശോകൻ ആ ഒരു ക്യാരക്ടറിനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് അർജുൻ അശോകൻ അല്ലാതെ വേറൊരു ക്യാരക്ടറിനെയും ആ ഒരു വേറൊരു വ്യക്തിനെ ആ ഒരു ക്യാരക്ടറിലോട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പുള്ളിയുടെ ക്യാരക്ടർ നമുക്ക് ഇന്നായിട്ടാണ് നമ്മൾ ഈ പടം കഴിഞ്ഞിറങ്ങി വരുന്നത്. അത്രയ്ക്കും ബെസ്റ്റ് ക്യാരക്ടർ, അർജുൻ അശോകന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ. ഈ ഒരു പടം ചർച്ച ചെയ്തേക്കുന്ന ഈ ഒരു വിഷയം അത് ഈ ഒരു പുള്ളിയുടെ ഒരു വെള്ളപ്പാണ്ട് മാത്രമല്ല, നമുക്ക് പല ഇങ്ങനെ കുറവുകളെന്നല്ല, ഇങ്ങനെ പല പ്രശ്നങ്ങളുള്ള ആൾക്കാരെ നമ്മൾ കൂട്ടുകാരുടെ സർക്കിളിലാണെങ്കിലും നമ്മൾ പബ്ലിക്കിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ നമ്മൾ തമാശയ്ക്കോ അല്ലെങ്കിൽ നമ്മളൊരു നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്നതാ. അത് എത്രത്തോളം ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുള്ളതൊക്കെ ഈ കൃത്യമായിട്ട് ഈ ഒരു പടം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഒരു മൂവിയിൽ മെയിനായിട്ട് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള വേറെ ആരെയല്ല, ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് റൈറ്റർ അഖിൽ അനിൽകുമാർ ആൻഡ് അപ്പു അസ്ലമും അഖിൽ അനിൽകുമാറും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ റൈറ്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ അഖിൽ അനിൽകുമാർ. ഇവർ രണ്ടുപേരും നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം. അത്രയും നീറ്റായിട്ടാണ് ഇവർ രണ്ടുപേരുടെയും ജോബ് ഇവർ ചെയ്തിരിക്കുന്നത്. അത്രയും ബെസ്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു സീന് നമുക്ക് അങ്ങനെ ബോർ അടിക്കത്തില്ല. അത്രയും ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് ആ ഒരു ഡെപ്ത് ഫീൽ ചെയ്യും ഓരോ ക്യാരക്ടേഴ്സിനും. പലവരും ഈ ഒരു മൂവിയുടെ ഒരു ഗ്രാഫ് ഉണ്ട്. ചിലയിടത്ത് നമ്മളെ വേദനിപ്പിച്ചും ചിലയിടത്ത് സന്തോഷിപ്പിച്ചും ചിലയിടത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തും പോകുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. അത്രയും നല്ല രീതിക്ക് ആ ഒരു ഗ്രാഫ് കൊണ്ടുപോയിരിക്കുന്നത്. ഡയറക്ടറിനെ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റുമോ ആ ഒരു കാര്യത്തിന്. പുള്ളിയുടെ ഫസ്റ്റ് പടം അർച്ചന 13 നോട്ട് ഔട്ട് അങ്ങനെ എന്തോ ഒരു പടമാണ്. ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എനിക്ക് നെറ്റിൽ നോക്കിയപ്പോൾ കാണാൻ പറ്റിയ പുള്ളിയുടെ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഞാനതൊക്കെ ഇനി റീസെൻ്റ്ലി ഒന്ന് കാണണം. എനിക്ക് മെയിനായിട്ട് ഇതിൽ എടുത്ത് പറയാൻ തോന്നിയ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്കാണ്. ഇലക്ട്രോണിക് കിളി അങ്ങനെയാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ സച്ച് എ ഗ്രേറ്റ് മ്യൂസിക് മാൻ. എന്ത് രസമാണ് അറിയാം. ഇതിലൊരു ഫ്ലൂട്ട് ബിറ്റ് ഉണ്ട്, ചെറിയൊരു ഫ്ലൂട്ട് ബിറ്റ് ആ ഒരു സോങ്ങിന് മുന്നേ ആയിട്ട് ഇവരുടെ ഒരു ലവ് സീൻ കാണിക്കുമ്പോൾ വരുന്നൊരു ഫ്ലൂട്ട് ബിറ്റ് ഉണ്ട്. അയ്യോ, എന്തൊരു രസമാണ് തിയേറ്ററിൽ ഇരുന്നത് കേൾക്കാൻ. നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് തന്നെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം ടോപ്പ് നോച്ചായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പടത്തിൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. മെയിനായിട്ട് ഈ ഒരു പടം നമുക്ക് ഡെപ്ത് ആയിട്ട് ഫീൽ ചെയ്യാൻ കാരണം മ്യൂസിക് ഒരു മെയിൻ റോൾ തന്നെ ഈ ഒരു പടത്തിൽ വഹിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്ര നീറ്റായിട്ടുള്ള മ്യൂസിക്, ഇലക്ട്രോണിക്കലി വെരി ഗുഡ്. ഇതിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന അനിരുദ്ധ് അനീഷ്, ഗ്രേറ്റ് വർക്ക്, നല്ലൊരു നീറ്റ് വർക്ക്. എല്ലാവരും തന്നെ ഇതിൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും തന്നെ ഒരു 100% കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ക്യാരക്ടേഴ്സും ഇതിൽ എടുത്തു പറയാനാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ അർജുൻ അശോകനെ തന്നെ പറയണം. അർജുൻ അശോകൻ, പിന്നെ ആ ഒരു നടി, ആ പുള്ളിക്കാരിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരുടെ പേര് എന്നായിരുന്നു? രേവതി ശർമ്മ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ തമിഴ് സിനിമയിൽ ഏതോ ഒരു പടത്തിൽ പുള്ളിക്കാരി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ നല്ല രീതിക്ക് തന്നെ ഒരു ക്യാരക്ടർ പുള്ളിക്കാരി പ്ലേ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി കാണാനും നല്ല ബെറ്റർ ആയിട്ടുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ട് ഈ പടത്തിൽ പുള്ളിക്കാരി കാണാൻ. പിന്നെ ഇതിൻ്റെ എഡിറ്റർ രാഹുൽ രാധാകൃഷ്ണൻ, പുള്ളി നീറ്റായിട്ട് തന്നെ പുള്ളിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ബെറ്റർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ പടത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഇതിൻ്റെ അസോസിയേറ്റ് എഡിറ്റർ നമ്മളൊരു ബ്രദറാണ്, പുള്ളിക്ക് പ്രവീൺ പ്രസാദ്. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പുള്ളിക്കാരനും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പടം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഈ പടത്തിൽ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടുള്ളത് ഇതിൻ്റെ മേക്കപ്പ് മാൻ. മേക്കപ്പ് ഭയങ്കര റിയാലിറ്റി ആയിട്ട് നമുക്ക് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മുഖത്ത് ആ പാടൊക്കെ, വെള്ളപ്പാടിൻ്റെ പാടൊക്കെ കാണിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. നമുക്ക് ചില സമയത്ത് നമ്മളത് മറന്നു പോകും പുള്ളിയുടെ മുഖത്തത് ഉണ്ടോയെന്ന്. കാര്യം ഈ ക്യാരക്ടറുമായിട്ട് സിങ്ക് ആകുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം വിട്ടുപോകും. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയാനാണെങ്കിൽ അശോകൻ്റെ ക്യാരക്ടർ പടം തുടങ്ങി ത്രൂ ഔട്ട് അശോകൻ്റെ ക്യാരക്ടർ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഉറപ്പായിട്ടും ചിരിക്കും. അശോകൻ്റെ ഓരോ മാനറിസവും ആ കോസ്റ്റ്യൂംസും നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ മനസ്സിലാവും. അശോകൻ്റെ ക്യാരക്ടർ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ചിരിച്ചിരിക്കും. നമുക്ക് പിന്നെ വിട്ടുപോകാൻ പറ്റാത്ത കുറച്ച് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അർജുൻ അശോകൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പിന്നെ കൊല്ലക്കാർക്ക് പറയാൻ നമ്മുടെ റാഫി ഉണ്ട് കേട്ടോ. ചക്കപ്പഴത്തിലൊക്കെ ഉള്ള നമ്മുടെ റാഫി ഉണ്ട്.
പുള്ളിക്കാരന് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെ പേര് എനിക്ക് അത്ര പരിചയമില്ല. പക്ഷെ അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം നീറ്റായിട്ട് തന്നെ അവർ പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പടത്തിൽ എനിക്ക് വെറുപ്പ് തോന്നിയ ഒരു ക്യാരക്ടർ ഉണ്ട്. ഒരു ചൊറിയൻ ക്യാരക്ടർ ഒരു പുള്ളി ചെയ്തിട്ടുണ്ട്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലൊക്കെ പുള്ളിക്കാരനുണ്ട്. ഏത് പടത്തിൽ പറയാനായിട്ട് പറ്റും? നമ്മുടെ ഇരട്ട സിനിമയിലുണ്ട് ഈ പുള്ളിക്കാരൻ. എനിക്ക് പുള്ളിയുടെ പേര് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുള്ളിക്ക് ഒരടി കൊടുക്കാൻ നമുക്ക് തോന്നിപ്പോകും. കാര്യം നമ്മൾ പലയിടത്തും ഓഫീസിലാണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും എവിടെ നമ്മൾ ചെന്നാലും ഇതുപോലൊരു ചൊറിയൻ ക്യാരക്ടർ എവിടെയെങ്കിലും കാണും. ഹെഡ് വെയിറ്റ് ഉള്ള ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കാണും. പുള്ളി നീറ്റായിട്ട് ആ ക്യാരക്ടർ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ആ ക്യാരക്ടറിനോടൊരു ഒരു കാണുമ്പം തന്നെ ഇവനെ ഒരു അടി കൊടുക്കണം എന്ന് തോന്നും. അമ്മാതിരി ഒരു ക്യാരക്ടർ. പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ശരത് സഭ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, അത് നല്ല രീതിക്ക് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ച ആ ഒരു പെൺകുട്ടി, പുള്ളിക്കാരി ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷേ നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരിയും ആ ഒരു ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അയ്യോ, പിന്നെ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ അശോകൻ്റെ അമ്മയായിട്ട് ചെയ്ത പുള്ളിക്കാരി ദേവദർശിനി. പുള്ളിക്കാരി നമ്മളൊക്കെ യൂഷ്വലി നമ്മുടെ വീടുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു അമ്മയെ പോലെ തന്നെ അതിൽ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ പല കാര്യങ്ങളും നമുക്ക് റിയൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ആൾക്കാർക്കും പറ്റണമെന്നില്ല. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള പല വ്യക്തികൾക്കും ഈ ഒരു പടത്തിലെ പല സിറ്റുവേഷൻസും പല ക്യാരക്ടേഴ്സിനെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാര്യം നമ്മൾ ഡേ ബൈ ഡേ ലൈഫിൻ്റെ ഓരോ സർക്കിളിലും നമ്മൾ കടന്നു പോയിട്ടുള്ള ആൾക്കാരും നമ്മൾ കണ്ടുമുട്ടിയ പല മുഖങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിതിനെ ക്യാരക്ടേഴ്സിനെയും സിറ്റുവേഷൻസിനെയൊക്കെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും നല്ല രീതിയിലാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു പടം ചർച്ച ചെയ്തിരിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു കണ്ടന്റാണ്. ഈ അർജുൻ അശോകൻ ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടർ, പാണ്ഡെ എന്ന പുള്ളിയെ കൂട്ടുകാർ കളിയാക്കി വിളിക്കുന്നത്. ഞാൻ ക്യാരക്ടർ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. എന്ത് നീറ്റായിട്ട് അർജുൻ അശോകൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അർജുൻ അശോകൻ്റെ ഒരു പടം തിയേറ്ററിൽ കാണുന്നത്. സച്ച് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നല്ല രീതിക്ക് തന്നെ അർജുൻ അശോകൻ ആ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പുള്ളി അല്ലാതെ വേറൊരാളെ ആ ഒരു ക്യാരക്ടറിലോട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് പുള്ളി ആ ഒരു ക്യാരക്ടർ നെയിൽഡ് ഇറ്റ്. മലയാളത്തിൽ നമ്മൾ അങ്ങനെ യൂഷ്വലി കണ്ടിട്ടില്ലാത്തൊരു കണ്ടന്റ് ഈ ഒരു പടം ചർച്ച ചെയ്തേക്കുന്ന മീൻസ് നല്ലൊരു രീതിയിൽ തന്നെ ആ ഒരു പടം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മിക്സ്ചർ ഓഫ് ഇമോഷനാണ് ഈ മൂവിയെ. അതിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എന്താ പറയുന്നത്, ഫാമിലി ബോണ്ടിങ് ഉണ്ട്, പ്രേമമുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് വരും. പിന്നെ നമ്മൾ യൂഷ്വലി മിഡിൽ ക്ലാസ് പയ്യന്മാരുടെ സ്ട്രഗിൾ ഇതിൽ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഈ ഒരു സിനിമ നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാനായിട്ട് നോക്കണം. കാര്യം കുറേ കാര്യങ്ങൾ നമ്മൾ ഫാമിലി ആയിട്ടും കൂട്ടുകാരായിട്ടും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വേറൊരു വ്യക്തിക്ക് എങ്ങനെ ഹേർട്ടാവുമെന്ന് കൃത്യമായിട്ട് ഈ ഒരു പടം ചർച്ച ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു പടം ഒരു ഫീൽ ഗുഡ് പടവും കൂടിയാണ്. ഫീൽ ഗുഡ് മാത്രമല്ല, ഒരു മോട്ടിവേഷൻ മൂവി ആയിട്ട് വേണമെങ്കിലും ഇതിനെ കൂട്ടാം. ഇത്രയും കുറേ ലെയേഴ്സ് ഉണ്ട് ഈ പടത്തിന്, കുറേ മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നോ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നേടണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ ബാക്ക് വലിഞ്ഞ് നിൽക്കുകയാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള ആൾക്കാരാണ് ഉറപ്പായിട്ട് ഈ സിനിമ പോയി കാണണം. ഒരു മോട്ടിവേഷനും കൂടെ, ഒരു ഫീൽ ഗുഡ് പടവും കൂടെ ഈ ഒരു സിനിമ. മോറോവർ ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ മൂവി. അർജുൻ അശോകൻ്റെ ക്യാരക്ടർ നമ്മൾ എടുത്ത് പറയണം. പുള്ളിക്കാരൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയതിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ട് പുള്ളിയുടെ പടങ്ങൾ കാണുന്നത്. അങ്ങനെ ഒരു പടവും പുള്ളിയുടെ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാൻ ഒരു പടം കണ്ടിട്ടുണ്ട് കേട്ടോ, ബ്രോമാൻസ് ഈ ഇടയിൽ. അപ്പം ഞാൻ പുള്ളിയെ നല്ല രീതിക്ക് പുള്ളി ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്ന് ഓവർ ആക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ക്ഷീണം പുള്ളി ഈ ഒരു പടത്തിൽ മാറ്റി നല്ല രീതിയിൽ തന്നെ പുള്ളി പെർഫോം ചെയ്തു. പുള്ളിയുടെ ഒരു ആക്ടിങ് വൈസ് പുള്ളി നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിട്ടുണ്ട്. പുള്ളിയുടെ കരിയറിലെ തന്നെ ബെസ്റ്റ് എന്ന് പറയാം. ചിലയിടത്തൊക്കെ പുള്ളി ഇങ്ങനെ നാണം കിടുന്നതും പുള്ളിയുടെ നമുക്കൊരു ഉൾവലിയുമല്ലോ അതൊക്കെ കൃത്യമായിട്ട് പുള്ളി ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളും ചില സമയത്തൊക്കെ ഇങ്ങനെ ഉൾവലിഞ്ഞ് നിന്നിട്ടുണ്ട് ചില സിറ്റുവേഷൻസിലൊക്കെ. ഇത് കൃത്യമായിട്ട് കാണിക്കും. ഒരു സ്ഥലത്ത് നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സും ഒക്കെ കൃത്യമായിട്ട് പുള്ളിയുടെ മുഖത്ത് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്യാരക്ടറിനോടൊരു അടുപ്പം തോന്നും. ഞാൻ ഈ പടം അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പടം കണ്ടിട്ട് വന്നേ ഉള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഏതാണ്ട് 1:30 രാത്രി 1:30 എപ്പോഴാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അത്രയ്ക്കും ബെറ്റർ ആയിട്ടുണ്ട് ഈ ഒരു സിനിമ. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. മ്യൂസിക് ആണെങ്കിലും അതിലെ ആർട്ടിസ്റ്റുകളുടെ ഓരോരുത്തരുടെ പെർഫോമൻസ് ആണെങ്കിലും. പിന്നെ അർജുൻ അശോകൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി ആ ഒരു തമിഴ് ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരിയും അടിപൊളിയായിട്ട് തന്നെ ഈ പടം ചെയ്തിട്ടുണ്ട്. ഈ പടത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താ ടെക്നിക്കൽ വൈസ് ഒന്നും പറയാൻ എനിക്കറിയത്തില്ല. മോർ ഓവർ നിങ്ങൾ ഈ പടം ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം. അത്രയ്ക്ക് നീറ്റായിട്ട് ഈ ഒരു പടം ചെയ്തിട്ടുണ്ട്. നീറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം ഈ ഒരു റീസെൻറ്റ് ടൈംസിൽ ഇറങ്ങിയിട്ടില്ല. കുറേ ചളിപ്പടങ്ങൾ ഓടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പടം മുങ്ങിപ്പോവാതിരിക്കട്ടെ. എല്ലാവരും പോയി കണ്ട് ഈ ഒരു പടത്തിനെ പ്രൊമോട്ട് ചെയ്യണം. ബെറ്റർ ആയിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന, ഫാമിലി ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഞാൻ എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും പേര് പറയാത്ത വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും നല്ല രീതിക്ക് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേരെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നല്ല ബെസ്റ്റ് പടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ അർജുൻ ബ്രോ സൂപ്പറായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലുള്ള പടങ്ങൾ ചെയ്യുക. ഈ ബ്രോമാൻസ് പോലുള്ള ലോക്കൽ ഉള്ള പടങ്ങൾ ചെയ്യാതെ നല്ല പടങ്ങൾ ചെയ്യുക.
കോമഡി ആയിട്ട് ഇങ്ങനെ ഇതിലും നല്ല രീതിയിൽ കോമഡി ഉണ്ട്. നിങ്ങൾ ഇതുപോലത്തുള്ള പടങ്ങൾ ചെയ്യുക, അല്ലാതെ കണ്ട ഊളപ്പടങ്ങൾ കയറി അഭിനയിക്കാതിരിക്കുക. നല്ല പടങ്ങൾ ചെയ്തു വരിക. നിങ്ങൾക്കൊരു നല്ലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്ലേസ് ഇവിടെ ഉണ്ട്, മലയാള ഇൻഡസ്ട്രിയിലുണ്ട്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പടം കാണണം, കണ്ടിരിക്കണം. അത്രയും ബെറ്റർ ആയിട്ട് ഈ ഒരു പടം നമുക്ക് മലയാളത്തിൽ പറയാനായിട്ട് പറ്റും. സൂപ്പർബ് മൂവി. എനിക്ക് തോന്നുന്നു ഇനി തമിഴിലൊക്കെ ആണെങ്കിൽ തമിഴ് ആൾക്കാരൊക്കെ റിവ്യൂ ഇടുമ്പോൾ നിങ്ങൾ നോക്കി ഉറപ്പായിട്ടും അവർ ഈ പടത്തിന് സൂപ്പർബ് എന്നല്ലാതെ ഒന്നും പറയത്തില്ല. മലയാളത്തിൽ നേരത്തെ ഇതുപോലൊരു മൂവി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നല്ല മൂവി തന്നെ. നിങ്ങൾ ഭയങ്കര ഓവർ ഹൈപ്പിൽ പോകണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഓവർ ഹൈപ്പിൽ പോയാലും പ്രശ്നമൊന്നുമില്ല. അത്രയ്ക്കും ഗ്രേറ്റ് ആയിട്ട് തന്നെയുള്ളൊരു പടമാണ്. സച്ച് എ ഗ്രേറ്റ് ഫിലിം എന്ന് തന്നെ നമ്മൾ പറയണം. സ്വീറ്റ് സിനിമ, അത്രയും സ്വീറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുന്നത്, ഒരു പൂ പോലൊരു സിനിമ. അത്രയ്ക്ക് നല്ലൊരു സിനിമ ഈ ഒരു സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സ്ചർ ഓഫ് ഇമോഷൻസ്. അതിൽ സൗഹൃദമുണ്ട്, പ്രണയമുണ്ട്, ഫാമിലി ബോണ്ടിങ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മിഡിൽ ക്ലാസിൻ്റെ ഒരു പെയിൻ ഒക്കെ ഇതിൽ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ പടം പോയി കാണുക. മലയാളത്തിൽ ഇങ്ങനെ ചെറിയ പടങ്ങൾ പലതും എന്താ OTT വന്ന പിന്നെ എല്ലാവരും കണ്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു പടത്തിന് ഗതി ഉണ്ടാക്കാതിരിക്കുക. എല്ലാവരും പോയി കാണുക, ഫാമിലി ആയിട്ട് തന്നെ പോയി കാണുക. അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാ ടീമിനും, തലവര ടീമിൻ്റെ ഹോൾ ക്രൂ മെമ്പേഴ്സിനും എല്ലാവർക്കും എൻ്റെ ഒരു വെരി ഗുഡ് വർക്ക്, വെരി ഗുഡ്. പിന്നെ അർജുൻ ബ്രോ എടുത്ത് പറയാനുള്ള, അർജുൻ ബ്രോ സച്ച് എ ഗ്രേറ്റ് ഫിലിം. നിങ്ങൾ ഇതുപോലുള്ള നല്ല പടങ്ങൾ ചെയ്യുക, കണ്ട ഊളപ്പടങ്ങളെല്ലാം കൂടെ വാരി ചെയ്യാതെ നിങ്ങൾക്കായിട്ടൊരു പ്ലേസ് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. നല്ല ഗ്രേറ്റ് ഫിലിം, ഗ്രേറ്റ് ആക്ടിങ്. നിങ്ങളുടെ ടൈമാണിത്, നിങ്ങളുടെ ക്യാരക്ടറാണ്. വേറെ ആരും ഈ ഒരു ക്യാരക്ടർ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇത്രയും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ആക്ടിങ് സ്കിൽ ഇതിൽ.